നമസ്കാരം. ഞാൻ രാജേഷ് ആർ നായർ, കഴുനിയിൽ. ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ 1990 ഇന്ദിരാ സാഹ്നി നൽകിയ ഹർജിയിന്മേൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 9 അംഗ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് കേരളത്തിലും തിരുവനന്തപുരത്ത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു പിന്നാക്ക വിഭാഗത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന് കമ്മീഷനിൽ അപേക്ഷ അല്ലെങ്കിൽ പരാതി നൽകാവുന്നതാണ്. അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പ്രസ്തുത സമുദായത്തിലെ പിന്നാക്ക വിഭാഗത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കമ്മീഷൻ ചെയ്യുകയും ആ പിന്നാക്ക വിഭാഗത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയുള്ള സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിക്കേണ്ടതുമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ 1932 നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് 2024 ചില സമുദായത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് മാത്രമായ ആനുകൂല്യങ്ങൾ നൽകി വരുന്നു. അവർ മുന്നേറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കമ്മീഷൻ 92 മുതൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ നാളിതുവരെ തയ്യാറായിട്ടില്ല. ആ സമുദായത്തില് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അവർക്ക് സംവരണം അനുവദിച്ചു കൊടുക്കുന്നു, നൽകി വരുന്നു എന്നുള്ളത് മാത്രമാണുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ പിന്നാക്ക വിഭാഗ കമ്മീഷനിലോ പിന്നാക്ക വികസന വകുപ്പിലോ അതോടനുബന്ധിച്ചുള്ള ഡയറക്ടറേറ്റിലോ ഒന്നും തിരക്കിയാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള പല അപേക്ഷകളും മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ളതാണ്. ആർക്ക് കൊടുക്കുന്നു, അവരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ പട്ടിക, അവർക്ക് കൊടുത്തിട്ടുള്ള ശതമാനം എത്രയാണ്, എത്രത്തോളം ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിവയെക്കുറിച്ചുള്ള ഒരു വിവരവും പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൽ നിന്ന് മുൻകാലത്ത് നൽകിയിട്ടുള്ള പല അപേക്ഷകളിലും മറുപടിയായി കിട്ടിയിട്ടില്ല. ഇതാണ് കേരളത്തിലെ സംവരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിശേഷം.